ഗ്രാമത്തിലെ മുതിർന്നവർ നടത്തിയ തിരച്ചിലിൽ സമീപത്തെ അഴുക്കുചാലിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് ചാക്ക് കിട്ടി. അത് തുറന്നു നോക്കിയപ്പോൾ ഗ്രാമം ഒന്നടങ്കം ഞെട്ടി. ഉത്തർപ്രദേശിലെ നോയിഡയിൽ തലസ്ഥാനത്തെ സമ്പന്നർ പാർക്കുന്ന ഏരിയയാണ് സെക്ടർ 31. ഇതിനോട് ചേർന്നാണ് ഇവിടുത്തെ പാവപ്പെട്ടവർ കുടിൽ കെട്ടി താമസിക്കുന്ന നിഠാരി എന്ന കുഞ്ഞു ഗ്രാമം. നോയിഡയിലെ സെക്ടർ 31-ൽ ചുറ്റും മരങ്ങൾ കൊണ്ട് മറഞ്ഞു കിടക്കുന്ന ഈ വീടാണ് D5. 2004-2005 നിഠാരി എന്ന ഗ്രാമത്തിൽ വാട്ടർ ടാങ്കിന് അടുത്തുകൂടി പോകുന്ന കുട്ടികളെയും സ്ത്രീകളെയും കാണാതാകുന്നു. അവർ എങ്ങോട്ട് പോയി എന്ന് ആർക്കും അറിയില്ല. മാതാപിതാക്കൾ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്നു. എന്നാൽ അവർ വീട് വിട്ട് എങ്ങോട്ടോ പോയതാകാം എന്ന് പറഞ്ഞ് പോലീസ് കൈയൊഴിയുന്നു. നിരാശരായ മാതാപിതാക്കൾ തങ്ങൾ ലാളിച്ചു വളർത്തിയ മക്കളുടെ പോസ്റ്റർ ചുമരുകളിൽ ഒട്ടിച്ച് കാത്തിരിക്കുന്നു. 2006 മെയ് 7-ാം തീയതി പായൽ എന്നു പേരുള്ള ഒരു 22-കാരി വൈകുന്നേരം ഏകദേശം 4-4:30 സെക്ടർ 31-ൽ D5 എന്ന വീടിന്റെ ഗേറ്റിന് മുന്നിൽ ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നു. അധിക സമയം ഗേറ്റിന് പുറത്ത് വെയിറ്റ് ചെയ്തിട്ട് കാണാതായതോടെ ഓട്ടോ ഡ്രൈവർ വീടിനുള്ളിലേക്ക് കയറി ചെല്ലുന്നു. കോളിംഗ് ബെൽ അടിച്ചപ്പോൾ വാതിൽ തുറന്നു വന്ന അയാളോട് ആ പെൺകുട്ടിയെപ്പറ്റി തിരക്കുന്നു. ആ പെൺകുട്ടി അപ്പോൾ തന്നെ പോയി എന്നായിരുന്നു അയാളുടെ മറുപടി. എന്നാൽ അത് വിശ്വസിക്കാൻ കഴിയാതെ ഓട്ടോ ഡ്രൈവർ ചോദിച്ചു, ഗേറ്റിന് പുറത്തുനിന്ന് ഞാൻ കാണാതെ ആ യുവതി എങ്ങനെയാണ് പുറത്തു പോകുന്നതെന്ന്. എന്നാൽ അകത്തുനിന്ന് വന്നയാൾ അത് സമ്മതിച്ചില്ല. കുറച്ചുനേരം തർക്കിച്ചു മടുത്തപ്പോൾ ഓട്ടോ ഡ്രൈവർ അവിടെ നിന്നും ഇറങ്ങുന്നു. D5 എന്ന വീട്ടിൽ ജോലിക്ക് വിട്ട തൻ്റെ മകൾ പായലിനെ 10 മണിയായിട്ടും കാണാനില്ല. ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഉച്ചയായിട്ടും കാണാതായതോടെ പായലിൻ്റെ അച്ഛൻ നന്ദലാൽ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുന്നു. പതിവ് പോലത്തെ നിലപാട് തന്നെ പോലീസ് എടുക്കുന്നു. അവൾ ചിലപ്പോൾ ആരുടെയെങ്കിലും കൂടെ പോയതാകാം എന്ന് പോലീസ് പറയുന്നു. എന്നാൽ പിറ്റേന്ന് രാവിലെ നന്ദലാൽ പോയത് CJM കോടതിയിലേക്കാണ്. അവിടെ ഒരു വക്കീലിനെ കണ്ടുപിടിച്ച് ഒരു സ്വകാര്യ അന്യായം ഫയൽ ചെയ്യുന്നു. തൻ്റെ മകളുടെ കാര്യം മാത്രമല്ല നന്ദലാൽ പരാതിയിൽ പറഞ്ഞത്. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ആ ഗ്രാമത്തിലെ കുട്ടികളെ തുടർച്ചയായി കാണാതെയാകുന്നതും പോലീസിന്റെ അനാസ്ഥയും എല്ലാം നന്ദലാൽ തൻ്റെ പരാതിയിൽ വിശദീകരിച്ചു. ഈ കുട്ടികളെ കാണാതായ പരാതിയുമായി രക്ഷിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോയ ദിവസവും GD ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ കോടതിയിൽ വിളിച്ചു വരുത്തി പ്രതിക്കൂട്ടിൽ നിർത്തി ശകാരിക്കുന്നു. കോടതിയുടെ ശകാരം കിട്ടിയ പോലീസ് ഉദ്യോഗസ്ഥർ ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ അവർ അന്വേഷണം ആരംഭിക്കുന്നു. അന്വേഷണത്തിൽ ഈ വീടിന്റെ ഉടമസ്ഥൻ ചണ്ഡീഗഡ് സ്വദേശിയായ പഞ്ചാബി ബിസിനസ്സുകാരൻ മുനീന്ദർ സിംഗ് ആണ് എന്നറിയുന്നു. ധനികനാണ് അയാൾ. നോയിഡയിൽ വരുമ്പോൾ D5-ലാണ് അയാൾ താമസിക്കുന്നത്. സുനീന്ദർ ഖോലി എന്ന ചെറുപ്പക്കാരനാണ് ബിസിനസ്സുകാരനായ മുനീന്ദർ സിംഗിന്റെ D5-ലെ കുക്കും കെയർടേക്കറുമെല്ലാം. കെയർടേക്കറിന് നാട്ടിൽ വൈഫും 2 കുട്ടികളുമുണ്ട്. പോലീസിൽ നല്ല പിടിപാടുള്ള മുനീന്ദർ സിംഗ് D5-ന് നേരെ വരുന്ന കേസ് അന്വേഷണത്തെപ്പറ്റി അറിയുന്നു. അതുകൊണ്ട് തന്നെ കോടതിയെ സമീപിച്ച് തടസ്സ ഹർജി ഫയൽ ചെയ്യുന്നു. പോലീസും പരാതിക്കാരും തമ്മിൽ ചേർന്ന് തന്റെ നിലയും വിലയും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. പായൽ എന്ന പെൺകുട്ടിയെ തനിക്ക് അറിയില്ല എന്നൊക്കെ അയാൾ പറയുന്നു. എന്നാൽ കേസ് അന്വേഷണം തുടരണമെന്ന് കോടതി പറയുന്നു. ഒടുവിൽ 2 വർഷം കഴിഞ്ഞെങ്കിലും പോലീസ് കേസ് അന്വേഷിക്കുന്നു. പായലിന്റെ ഫോൺ നമ്പറാണ് പോലീസിന്റെ കയ്യിലുള്ള ആകെ തെളിവ്. കോൾ റെക്കോർഡ് ചെക്ക് ചെയ്ത പോലീസ് ഞെട്ടിപ്പോകുന്നു. പായലിനെ കാണാതാകുന്ന ദിവസം, അതായത് 2006 മെയ് 7 പകൽ സമയത്ത് D5 വീട്ടിലെ നമ്പറിൽ നിന്ന് പായലിന്റെ ഫോണിലേക്ക് കോൾ പോയിരിക്കുന്നു. ഉടനെ തന്നെ പോലീസ് മുനീന്ദർ സിംഗിനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ അന്ന് അദ്ദേഹം തൻ്റെ അച്ഛൻ മരിച്ച ദിവസമായതിനാൽ ചടങ്ങുകൾക്കായി ചണ്ഡീഗഡിലായിരുന്നു എന്ന് പറയുന്നു. പോലീസ് അത് ചണ്ഡീഗഡിൽ വിളിച്ച് സ്ഥിരീകരിക്കുന്നു. D5 വീട്ടിൽ നിന്ന് പായലിനെ വിളിച്ച സ്ഥിതിക്ക് മുനീന്ദർ സിംഗിന് പായലിനെ അറിയാം എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നു. അപ്പോൾ മുനീന്ദർ സിംഗ് എന്തൊക്കെയോ അറിഞ്ഞിട്ടും മറയ്ക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നു. പരസ്പര വിരുദ്ധമായ ഉത്തരങ്ങളാണ് പോലീസിന് ലഭിച്ചത്. ചോദ്യം ചെയ്യലിൽ പിടിച്ചു നിൽക്കാനാവാതെ ഒടുവിൽ അയാൾ സത്യങ്ങൾ പറയുന്നു. പായലിനെ അയാൾക്ക് നേരത്തെ അറിയാം. പായൽ ഒരു കോൾ ഗേളാണ്. താൻ ഇടയ്ക്ക് വിളിച്ചു വരുത്തും, വൈകിട്ട് വന്നിട്ട് രാവിലെ തിരിച്ചു പോകും. ഇനി പറയുന്ന കാര്യം കേട്ട് പോലീസ് ഞെട്ടിപ്പോയി. പായലിൻ്റെ അച്ഛന് എല്ലാം അറിയാം. പ്രതിഫലമായി മാസത്തിൽ 40,000 രൂപ വരെ നന്ദലാൽ, അതായത് പായലിൻ്റെ അച്ഛൻ വാങ്ങിയിട്ടുണ്ട്. തനിക്ക് മാത്രമല്ല മറ്റു പലർക്കും അയാൾ അവളെ പണത്തിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് മുനീന്ദർ സിംഗ് പറഞ്ഞത്. അങ്ങനെ പോലീസ് നന്ദലാലിനെ വിളിച്ച് കാര്യം തിരക്കിയപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങൾ എൻ്റെ മകളെ കണ്ടുപിടിച്ചോ എന്ന് അലസമായ മറുപടിയാണ് അയാൾ നൽകിയത്. ഞാൻ എൻ്റെ മകളെ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യും, നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷേ പോലീസ് അന്വേഷണം തുടർന്നു. പായലിൻ്റെ IMEI നമ്പർ ട്രേസ് ചെയ്യുന്നു. കുറേ നാൾ അനക്കമില്ലാതെ ഇരുന്നിട്ട് 2006 ഡിസംബർ 26-ന് ഓണാകുന്നു. അതിൻ്റെ ടവർ ലൊക്കേഷൻ, കോൾ എല്ലാം പരിശോധിച്ച് ചെന്ന് അത് ഉപയോഗിക്കുന്ന ആളെ കണ്ടുപിടിക്കുന്നു. അതൊരു റിക്ഷാവാലയായിരുന്നു. അനേകം കൈമറിഞ്ഞാണ് ആ ഫോൺ അയാൾക്ക് കിട്ടിയത്. അന്വേഷണത്തിന് അവസാനം പോലീസ് എത്തിച്ചേർന്നത്
മുനീന്ദർ സിംഗിന്റെ കുക്കായ സുനീന്ദർ ഖോലിയിലാണ്. അന്വേഷണം സുനീന്ദർ ഖോലിയിലേക്ക് നീങ്ങുന്നു. ഖോലിയെ കസ്റ്റഡിയിലെടുക്കാൻ D5-ൽ പോയപ്പോൾ വീട് അടഞ്ഞു കിടക്കുന്നു. നാട്ടിൽ പോയ ഖോലിയെ അവിടെ ചെന്ന് പോലീസ് പിടികൂടുന്നു. സുനീന്ദർ സിംഗിനെയും ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്നു. ഇവർ രണ്ടുപേരും പോലീസ് കസ്റ്റഡിയിലായി എന്ന വിവരം നാട്ടുകാർ അറിയുന്നു. മക്കളെ നഷ്ടപ്പെട്ട മാതാപിതാക്കൾ മക്കൾ D5-ൽ ഉണ്ടോ എന്ന് തന്നെ സംശയിച്ച് 2 രക്ഷകർത്താക്കൾ D5 പരിശോധന നടത്തുന്നു. D5-ന്റെ പുറകിലെ അഴുക്കുചാലിൽ നിന്ന് മനുഷ്യന്റെ അസ്ഥികൾ, കാലെല്ലിന്റെ 2 കഷ്ണങ്ങൾ എന്നിവ അടങ്ങിയ ചാക്ക് കിട്ടുന്നു. വലിപ്പം വെച്ച് നോക്കുമ്പോൾ ഏതോ കുട്ടിയുടെ ആകാനാണ് സാധ്യത. പോലീസ് സ്ഥലത്തെത്തി JCBയുടെ സഹായത്തോടെ അഴുക്കുചാൽ പരിശോധിക്കുന്നു. നിരവധി ചാക്കുകെട്ടുകളിൽ കുട്ടികളുടെ അവശിഷ്ടങ്ങൾ കിട്ടുന്നു. ഇതിനിടയിൽ ചോദ്യം ചെയ്യലും തുടർന്നുകൊണ്ടിരുന്നു. പായലിനെ അറിയാമെങ്കിലും പായലിനെയോ കാണാതായ കുട്ടികളെയോ താൻ ഒരു വിധത്തിലും ദ്രോഹിച്ചിട്ടില്ല എന്ന് ബിസിനസ്സുകാരനായ മുനീന്ദർ സിംഗ് പറയുന്നു. അതോടൊപ്പം പായലിനെ കാണാതായ ദിവസം താൻ അവിടെ ഇല്ലായിരുന്നു എന്നും മുനീന്ദർ സിംഗ് പറയുന്നു. പോലീസ് ഇത് സ്ഥിരീകരിക്കുന്നു. എന്നാൽ ഖോലി പറയുന്നത് മാറ്റി മാറ്റി പറഞ്ഞുകൊണ്ടിരുന്നു. ഒടുവിൽ പോലീസ് 3-ാം മുറ പ്രയോഗിക്കാൻ തുടങ്ങി. തുടർച്ചയായ മർദ്ദനത്തിന് 3-ാം മുറയ്ക്കും ഒടുവിൽ ഖോലി സത്യം പറയാൻ തുടങ്ങുന്നു. പായൽ മുൻപ് അവിടെ വരുന്നതും യജമാനനുമായി ഇടപഴകുന്നതും ഖോലി മാറി നിന്ന് കണ്ടിട്ടുണ്ട്. അതുപോലെ ഒരു ബന്ധം പായലുമായി വേണമെന്ന് ഖോലി ആഗ്രഹിച്ചു. അതുകൊണ്ട് തന്നെ യജമാനൻ പറഞ്ഞ ചില ആളുകൾ ഇവിടെ വരുന്നുണ്ട്, അവരെ കാണാൻ വരണം എന്ന് പറഞ്ഞ് D5-ലെ ഫോണിൽ നിന്ന് ഖോലി പായലിനെ വിളിക്കുന്നു. ഓട്ടോയിൽ D5-ലെത്തിയ പായലിനെ ചായ കൊടുത്ത് ഖോലി സ്വീകരിച്ചു. തുടർന്ന് ഖോലി തന്റെ ആഗ്രഹം പായലിനോട് അറിയിച്ചു. പ്രതിഫലം ചോദിച്ചപ്പോൾ 500 രൂപ തരാമെന്ന് അയാൾ പറയുന്നു. അത് കേട്ട് പായൽ പുച്ഛത്തോടെ അത് കുറഞ്ഞുപോയി എന്ന രീതിയിൽ മറുപടി പറയുന്നു. ശേഷം അടുക്കളയിൽ പോയി വന്ന ഖോലി പായലിന്റെ പുറകിലൂടെ വന്ന് അവളുടെ തന്നെ ഷോൾ കഴുത്തിൽ മുറുക്കി അവളെ കൊല്ലുന്നു. അതിനുശേഷം ലൈംഗികമായി അയാൾ അവളെ ഉപയോഗിക്കുന്നു. പക്ഷേ അതിൽ അയാൾ പരാജയപ്പെടുന്നു. അതിനുശേഷം മുകളിലെ നിലയിലെ കുളിമുറിയിൽ കൊണ്ടുപോയി ബോഡി കഷ്ണങ്ങളാക്കി ചാക്കിലാക്കി ഓടയിലേക്ക് വലിച്ചെറിഞ്ഞു എന്നാണ് അയാൾ മൊഴി നൽകിയത്. എന്നാൽ പിന്നീട് കേസ് CBI ഏറ്റെടുക്കുന്നു. ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കാൻ തുടങ്ങുന്നു. 2 വർഷത്തിലെ കാലയളവിലാണ് ഈ അസ്ഥികളെല്ലാം ഓടയിൽ വന്നിട്ടുള്ളത്. 3 വയസ്സായ കുഞ്ഞു മുതൽ 26 വയസ്സുവരെയുള്ള യുവതി വരെ ഇരകളിലുണ്ട്. അതിൽ 2 ആൺകുട്ടികൾ ആണെന്നും മനസ്സിലായി. ഖോലിയുടെ മൊഴികൾ വളരെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. മുനീന്ദർ സിംഗ് ഓരോ സ്ത്രീകളുമായി ബന്ധപ്പെടുമ്പോഴും അതിനൊരു പ്രൈവസി ഇല്ലായിരുന്നു. അതെല്ലാം ഖോലി നോക്കി നിൽക്കുമായിരുന്നു. അത് അയാളിൽ ഉണ്ടാക്കിയ ആഘാതം വളരെ വലുതായിരുന്നു. ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ ഖോലിയുടെ ഉറക്കത്തിൽ ഒരു വെളുത്ത രൂപമുള്ള ഒരു സ്ത്രീ വന്ന് അയാളെ കഴിവില്ലാത്തവൻ എന്ന് പറഞ്ഞ് വല്ലാതെ കളിയാക്കുമായിരുന്നു. ഇങ്ങനെ വെളുത്ത സ്ത്രീ രൂപത്തെ സ്വപ്നം കാണുന്ന ദിവസം ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ശാരീരികമായും മാനസികമായും തനിക്ക് വളരെ ബുദ്ധിമുട്ട് നേരിട്ടിരുന്നു എന്ന് ഖോലി പറയുന്നു. ഈ ബുദ്ധിമുട്ട് ഇല്ലാതാക്കിയത് ഓരോ കുട്ടികളെയും കൊന്നുകളഞ്ഞിട്ടാണ്. അങ്ങനെ അയാൾ 15ഓളം കൊലപാതകങ്ങൾ നടത്തി. വീട്ടിൽ കൊണ്ടുവരുന്നവരെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം അവരുമായി ബന്ധപ്പെടാൻ ശ്രമിക്കും. ശേഷം ബോഡി മുകളിലത്തെ കുളിമുറിയിലെത്തിക്കും. രാത്രിയായ ശേഷം കഷ്ണങ്ങളായി മുറിച്ച് ചാക്കിലാക്കി അഴുക്കുചാലിൽ തള്ളും. ഇതാണ് പതിവ്. മാധ്യമങ്ങളെല്ലാം ആഘോഷിച്ച കേസായിരുന്നു ഇത്. ഈ കേസിനെ ആസ്പദമാക്കി ഡോക്യുമെന്ററികളും സിനിമകളും ചെയ്തു. ഇരകളെ കൊന്നു തള്ളിയിട്ടും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫോട്ടോ പോലീസ് കാണിച്ചപ്പോൾ ഖോലി അവരെ പേര് വെച്ച് തിരിച്ചറിഞ്ഞു എന്നത് അവിശ്വസനീയമായിരുന്നു. മുനീന്ദർ സിംഗിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. 2014 സെപ്റ്റംബർ 12 പുലർച്ചെ മീററ്റിൽ ഒരുങ്ങിയ കഴുമരത്തിൽ അന്ത്യാഭിലാഷങ്ങളൊന്നുമില്ലാതെ പവൻ എന്ന ആരാച്ചാരന്റെ കീഴിൽ തൂക്കിലേറാൻ 18ാമത്തെ പ്രതിയായി ഖോലി തയ്യാറായി. ഖോലിയെ തൂക്കിലേറ്റാൻ തന്റെ കൈകൾ വിറക്കില്ല എന്ന് പവൻ മാധ്യമങ്ങളോട് പറഞ്ഞു. തൂക്കിലേറാൻ മണിക്കൂറുകൾ മാത്രം നിൽക്കെ വധശിക്ഷയുടെ സ്റ്റേ ഓർഡർ എത്തി. ഒരാഴ്ചത്തേക്കാണ് സുപ്രീം കോടതി ഖോലിയുടെ വധശിക്ഷ സ്റ്റേ ചെയ്തത്. വീണ്ടും അന്വേഷണങ്ങൾക്കായി ഖോലി ജയിലിലേക്ക്. അവയവ വ്യാപാരം അന്വേഷിക്കുന്നതിൽ അന്വേഷണ ഏജൻസി പരാജയപ്പെട്ടു എന്നും വീട്ടുജോലിക്കാരനെ കുറ്റക്കാരനായി ചിത്രീകരിക്കുന്നതിനുള്ള എളുപ്പ വഴിയാണ് അന്വേഷണത്തിന് തിരഞ്ഞെടുത്തത് എന്നും കോടതി കൂട്ടിച്ചേർത്തു. അനേകം ജോലിക്കാർ ഉണ്ടായിരുന്നിട്ടും ആരും അറിയാതെ ഈ കൊലപാതകങ്ങൾ ഖോലി ഒറ്റയ്ക്ക് ചെയ്തതാണോ? ചില കേസുകളിൽ തെളിവുകളുടെ അഭാവത്തിൽ ഖോലി കുറ്റവിമുക്തനായി, ചില കേസുകളിൽ ജീവപര്യന്തവും. അനേകം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഖോലി ഇരുട്ടിൽ തന്നെയാണ്.